ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്രഷ് വീഡിയോ. SBI ബാങ്കിൻ്റെ ചെക്ക് ലീഫുകൾ എങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഫില്ല് ചെയ്യാമെന്നതിനെ പറ്റി ഒരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുവാനായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ SBI ബാങ്കിൻ്റെ ചെക്ക് ലീഫിൻ്റെ പൂർണ്ണ രൂപം. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യമായി ഫില്ല് ചെയ്യേണ്ടത് ഡേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നാണോ ഈ ചെക്ക് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ ചെയ്യുന്നത് അന്നത്തെ ഡേറ്റ് ഇതിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുക. അതിനായിട്ട് ചെക്ക് ലീഫിൻ്റെ വലതുഭാഗത്ത് മുകളിലായി ഡേറ്റ്, മന്ത്, ഇയർ എന്നീ ഫോർമാറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ അന്നത്തെ ഡേറ്റ് കൃത്യമായി തന്നെ രേഖപ്പെടുത്തുക. ഇനി അടുത്തതായിട്ട് പേ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മൾ അവിടെ എഴുതേണ്ടത് ഈ ചെക്ക് ഉപയോഗിച്ച് ആരാണോ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് അയാളുടെ പേരാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ചെക്ക് ഉപയോഗിച്ച് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ പേര് എഴുതുക. ഇനി അതല്ല, നിങ്ങൾ വേറൊരാളുടെ ചെക്ക് ഉപയോഗിച്ച് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുകയാണെങ്കിൽ അവിടെയും നിങ്ങളുടെ പേര് തന്നെയാണ് എഴുതേണ്ടത്. അതായത് ഈ ചെക്ക് ഉപയോഗിച്ച് ആരാണോ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേര് അവിടെ കൃത്യമായി തന്നെ എഴുതുക. ഇനി അടുത്തതായിട്ട് നമ്മൾ എഴുതേണ്ടത് എമൗണ്ട് ആണ്. അതിനായി താഴെ റുപ്പീസ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ എത്ര രൂപയാണോ ഇപ്പോൾ വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രൂപയുടെ വേഡ്സ് രൂപത്തിലുള്ള ഫോം എഴുതുക. ഉദാഹരണത്തിന് നിങ്ങൾ 50,000 രൂപയാണ് ഇപ്പോൾ വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ 50,000 റുപ്പീസ് ഓൺലി എന്ന് എഴുതുക. ഇനി അടുത്തതായിട്ട് നമുക്ക് എമൗണ്ട് എഴുതാനുള്ള ഒരു ചതുരം കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നമ്മൾ എഴുതേണ്ടത് ഈ ചെക്ക് ഉപയോഗിച്ച് നമ്മൾ എത്രയാണോ വിഡ്രോ ചെയ്യുന്നത് ആ എമൗണ്ടിൻ്റെ ന്യൂമറിക്കൽ ഫോമാണ്, അതായത് സംഖ്യരൂപം. ഇപ്പോൾ നമ്മൾ 50,000 രൂപയാണ് ഈ ചെക്ക് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളവിടെ 50,000 എന്ന് സംഖ്യരൂപത്തിൽ എഴുതുക. അപ്പോൾ നമ്മുടെ എമൗണ്ട് എഴുതുന്ന പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ അക്കൗണ്ട് ഹോൾഡറുടെ സിഗ്നേച്ചർ രേഖപ്പെടുത്തുക എന്നതാണ്. അതിനായിട്ട് ചെക്ക് ലീഫിൻ്റെ വലതുഭാഗത്ത് ഏറ്റവും താഴെയായി സിഗ്നേച്ചർ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഈ അക്കൗണ്ട് ഹോൾഡറുടെ സിഗ്നേച്ചർ കറക്റ്റ് രൂപത്തിൽ തന്നെ അവിടെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ചെക്ക് ലീഫിൻ്റെ പുറകുവശത്തായി ഇപ്പോൾ ഈ ചെക്ക് ഉപയോഗിച്ച് ആരാണോ ട്രാൻസാക്ഷൻ നടത്തുന്നത് അയാളുടെ പേരും സിഗ്നേച്ചറും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും അവിടെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുക. ഇത്രയും ചെയ്ത് ബാങ്കിൽ കൊടുത്താൽ നിങ്ങൾക്ക് ഈ ചെക്ക് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്താവുന്നതാണ്. അപ്പോൾ ചെക്ക് ലീഫ് ഫില്ല് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.